അയർലൻഡ് പോലൊരു ടീമിനെതിരെ ഇതുവരെ തോറ്റിട്ടില്ല ഇന്ത്യ. 16 T20 സീരീസുകൾ അടുപ്പിച്ച് ജയിച്ചതിൻ്റെ കോൺഫിഡൻസ്. 2023 ശേഷം അങ്ങനൊന്ന് കേട്ടുകേൾവിയേയില്ല. 2024 T20 ലോകകപ്പും 2026 T20 ലോകകപ്പും ജയിച്ചു നിൽക്കുന്ന ഇന്ത്യ. പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. 2026 T20 ലോകകപ്പിൻ്റെ ക്യാപ്റ്റൻസിയായ സൂര്യകുമാർ യാദവ് ഇത്തവണ ടീമിൽ പോലുമില്ല. 2023 ഡിസംബറിൽ അവസാനമായി ഇന്ത്യൻ ജേഴ്സിയിൽ T20 കളിച്ച ശ്രേയസ് അയ്യർ പുതിയ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യ സീരീസ്. അയർലൻഡ് അല്ലേ, കുഞ്ഞൻ ടീമല്ലേ, ജയിച്ച് മുന്നോട്ട് ഇനി അടുത്ത ഇംഗ്ലണ്ടിനെതിരെയുള്ള T20 സീരീസ് മാത്രം നോക്കാം, അവിടെയായിരിക്കും കടുകട്ടി എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യൻ താരങ്ങളുടെ കർണത്തടി കിട്ടിയതായിരുന്നു അയർലൻഡിനെതിരെയുള്ള സീരീസിൻ്റെ തോൽവി. അതും 2-0 വൈറ്റ് വാഷ്. ആദ്യത്തെ T20 34 റൺസിന് പരാജയപ്പെടുന്നു. രണ്ടാമത്തെ T20 1 റണ്ണിന് പരാജയപ്പെടുന്നു. ഈ 1 റണ്ണിന് പരാജയപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും പുറമേയുള്ള ആളുകൾ ചിന്തിക്കുക അതൊരു ക്ലോസ് ഗെയിം ആയിരുന്നു എന്നുള്ളതാണ്. എന്നാലല്ല, സർവാധിപത്യം അയർലൻഡിന് തപ്പം തന്നെയായിരുന്നു. രണ്ടാമത്തെ T20 കണ്ടത് അത് തന്നെയാണ്. എന്താണ് ഇനി പറഞ്ഞ് ന്യായീകരിക്കാൻ പോകുന്നത് മിസ്റ്റർ ഗൗതം ഗംഭീർ? അതാണ് ചോദ്യം. സാധാരണ ടെസ്റ്റിലും ഓഡിയയിലുമാണ് ഈ പ്രശ്നം. ടെസ്റ്റ് നമ്മൾ നാണക്കേടിൻ്റെ പടുകുഴിയിലാണ്. അപ്പോഴും ഒരു ആശ്വാസം ഓഡിയയും T20സുമായിരുന്നു. T20 അതായിരുന്നു ഗംഭീറിൻ്റെ തുറുപ്പിച്ചീട്ട്. അതിൽ ഗംഭീറിനെ കവച്ചു വെക്കാനായി ആരും വരില്ല. കാരണം ഇന്ത്യ അങ്ങനെ ഒരു തോൽവിയേ അറിഞ്ഞിട്ടില്ല. T20 ലോകകപ്പ് തന്നെ കിട്ടിയതും അതുകൊണ്ടാണല്ലോ. അതുകൊണ്ട് തന്നെ അയർലൻഡിനെതിരായ സീരീസ് ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ്. സാക് ഗംഭീർ എന്ന ഹാഷ്ടാഗുകൾ പരക്കെ പാഞ്ഞിരുന്നൊരു കാലമുണ്ടായിരുന്നു, എക്സിലും സോഷ്യൽ മീഡിയ മറ്റ് ഹാൻഡിലുകളിലും. വീണ്ടും ഇതാ സാക് ഗംഭീർ എന്ന ഹാഷ്ടാഗ് പറന്നു തുടങ്ങിയിരിക്കുന്നു. ഗംഭീറിന് ഒരു മറുപടി എന്തായിരിക്കും? ഇന്ത്യൻ ഫ്ലാറ്റ് പിച്ചസിൽ മാത്രം കളിച്ച്, ബാറ്റിംഗ് പിച്ചുകളിൽ കളിച്ച്, ചെറിയ ബൗണ്ടറി 60-65 മീറ്റർ ബൗണ്ടറിയിൽ മാത്രം കളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ടീമിന് പുറത്തേക്ക് പോയപ്പോഴേക്കും കളി മറന്നോ, താളം മറന്നോ? ഓപ്പണർമാർ പിഴയ്ക്കുന്നു, 1 ഡൗൺ പിഴയ്ക്കുന്നു, 2 ഡൗൺ പിഴയ്ക്കുന്നു, ബൗളർമാർ അടി വാങ്ങുന്നു. ഈ സാഹചര്യത്തിലൂടെ ഇന്ത്യൻ ടീം, ഇത്രയധികം അബണ്ടൻസ് ഉള്ള ടാലൻറ്റുകൾ നിറഞ്ഞ ഇന്ത്യൻ ടീമിനെയാണ് നമ്മൾ അയർലൻഡിന് മുന്നിൽ മുട്ടുകുത്തുന്ന കാഴ്ച കണ്ടത്. പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരത്തിലും ഓൾ ഔട്ടിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് മാത്രമേ പറയാനുള്ളൂ. ഓൾ ഔട്ടും കൂടിയൊക്കെ ആയിരുന്നെങ്കിൽ നാണക്കേടിൻ്റെ അവസ്ഥ പറയാതിരിക്കാൻ കഴിയില്ല. തിരിച്ചുവരവ് ഒരു പ്ലെയർ മാത്രമായിട്ടായിരുന്നില്ല, ഒരു ക്യാപ്റ്റനും കൂടിയായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ പ്രഷറും ശ്രേയസ് അയ്യറിന് മേലുണ്ടായിരുന്നു എന്നതും പറയാതിരിക്കാൻ കഴിയില്ല. സൂര്യകുമാർ യാദവിനെ പോലെ ഒരു വിന്നിംഗ് ക്യാപ്റ്റനെ ടീമിൽ പോലും ഉൾപ്പെടുത്താത്തതിനുള്ള വിമർശനങ്ങൾ ഈ ടീം പ്രഖ്യാപിക്കുന്ന സമയത്ത് മുതൽ തന്നെ കോച്ചായ ഗൗതം ഗംഭീറിനെയും മുഖ്യ സെലക്ടറായ അജിത് അഗാർക്കറിന് നേരെയും ഉണ്ടായിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിലാണ് അയർലൻഡിനെതിരെയുള്ള സീരീസിൽ നമ്മൾ കണ്ടത്. രണ്ടാമത്തെ T20 മാത്രം എടുത്തു നോക്കുമ്പോൾ ക്യാപ്റ്റനായ ശ്രേയസ് അയ്യറിൻ്റെ സംഭാവന വെറും 10 റൺസ് മാത്രമാണ്. അവിടെയുമുണ്ട് ഒരു പ്രശ്നം. ഓപ്പണറായ അഭിഷേക് ശർമ്മ ആദ്യത്തെ T20 50 റൺസ് നേടിയപ്പോൾ രണ്ടാമത്തെ T20 ഗോൾഡൻ ടക്കായി മാറി. ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മ അവിടെയും പ്രകടമാണ്. കൺസിസ്റ്റൻസിയുടെ കാര്യം പറയുമ്പോൾ സഞ്ജു സാംസണിൻ്റെ കാര്യവും പറയണം. കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് T20 ലോകകപ്പിന് ശേഷമുള്ളത് ഈ 2 മത്സരങ്ങളിൽ ഒരു കളിയിൽ 5ഉം വേറൊരു കളിയിൽ ഗോൾഡൻ ടക്കുമായി മാറിയത്. അതും ജയ് മൂന്ദ്ര എന്ന് പറയുന്ന അയർലൻഡിലെ ഇന്ത്യൻ വംശജനായ ബൗളറിൻ്റെ ആദ്യത്തെ 2 മത്സരങ്ങളിലാണ്. അദ്ദേഹത്തിൻ്റെ പന്തുകളിൽ തന്നെയാണ് സഞ്ജു സാംസൺ പുറത്താവുകയും ചെയ്തത്. ജയ് മൂന്ദ്രയുടെ ആദ്യത്തെ പന്തിലാണ് ആദ്യത്തെ T20 സഞ്ജു ബൗൾഡാകുന്നതും രണ്ടാമത്തെ T20 ജയ് മൂന്ദ്രയുടെ ആദ്യത്തെ പന്തിലാണ് സഞ്ജു ലെഗ് ബിഫോർ വിക്കറ്റ് ആവുകയും ചെയ്യുന്നത്. അതും ഒരു റെക്കോർഡാണ്. പിന്നാലെ വരുന്നു ഇഷാൻ കിഷനും ആദ്യത്തെ T20 രണ്ടാമത്തെ T20 ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ശ്രേയസ് അയ്യർ എന്ന ക്യാപ്റ്റനും ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് കഴിഞ്ഞ മത്സരത്തിൽ തിലക് വർമ്മയുടെ ഒരു ചെറുത്തുനിൽപ്പുണ്ടാകുന്നത്. 46 പന്തിൽ നിന്നും 55 റൺസായിരുന്നു തിലക് വർമ്മയുടെ കോൺട്രിബ്യൂഷൻ. ഒരു ഹാഫ് സെഞ്ചുറി ഉണ്ട്, പക്ഷേ എത്ര പന്തുകൾ എടുത്തു എന്നുള്ളതാണ്. ഡൗൺ ടു ദ വയർ അയർലൻഡിനെതിരെ 1 റൺസിന് തോൽക്കുമ്പോൾ ഇതെല്ലാം കൂട്ടുമെന്നും പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ തിലക് വർമ്മ ഇല്ലായിരുന്നെങ്കിൽ ഇതിലും നാണംകെട്ട തോൽവിയിലേക്ക് ഇന്ത്യ മാറിയേനെ. മറ്റാർക്കും ഒരറ്റത്ത് നിന്ന് പോലും പിടിച്ചു നിൽക്കാൻ ഇന്ത്യൻ ബാറ്റർമാരിൽ സാധിച്ചില്ല എന്നത് വളരെ ഖേദകരമായിട്ടൊരു കാര്യമായിട്ട് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. 2-3 ചോദ്യങ്ങൾ സ്വാഭാവികമായും അവശേഷിക്കുകയാണ്. ആദ്യത്തെ T20 പരാജയപ്പെടുമ്പോൾ തന്നെ ഇന്ത്യക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അടുത്ത മത്സരം ഇന്ത്യ സ്വാഭാവികമായും ജയിക്കും എന്നുള്ള വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ മത്സരവും പരാജയപ്പെട്ട് സീരീസ് തന്നെ കൈവിട്ട് വൈറ്റ് വാഷ് അടിക്കുന്ന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴാണ് ഇവിടെ ചോദ്യശരങ്ങൾ ഉയരുന്നത്. സൂര്യകുമാർ യാദവിനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തുകൊണ്ട് സൂര്യകുമാർ യാദവിനെ നിങ്ങൾ മാറ്റി നിർത്തുന്നു? T20 വേൾഡ് കപ്പ് നേടിത്തുന്ന ഒരു ക്യാപ്റ്റനെ സ്വാഭാവികമായിട്ടും ആ ടൂർണമെൻറ്റിൽ അയാളത് ബാറ്റർക്ക് മികച്ച ഫോം നേടിയെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ക്യാപ്റ്റൻസി ഈസ് നോട്ട് എ വേർഡ്. അതൊരു ബാറ്ററിന് മാത്രമായിട്ട് കൊടുക്കാൻ കഴിയുന്നൊരു ടാഗ് അല്ല.
ക്യാപ്റ്റൻ ഗ്രൗണ്ടിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നിർണായകമാണ് എന്നത് ഈ കഴിഞ്ഞ 2 മത്സരങ്ങളിലൂടെ സൂര്യകുമാർ യാദവ് തിരിച്ചു വരണമെന്നുള്ള ആവേശകരമായ ഹാഷ്ടാഗ്സിന് വീണ്ടും തിരിതെളിയിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. സൂര്യകുമാർ യാദവ് തിരികെ വരുമോ എന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ സാക്ക് ഗംഭീർ എന്ന ഹാഷ്ടാഗും അതനുസരിച്ച് തുടർന്നു. ഗംഭീറിന് മേൽ ഇതിനു മുമ്പും സാക്ക് ഗംഭീർ എന്ന ഹാഷ്ടാഗുകൾ വന്നിട്ടുണ്ട്, പക്ഷെ അപ്പോഴൊന്നും അനങ്ങിയിട്ടില്ല. T20 കേസിൽ ഗംഭീറിൻ്റെ ഫോം തന്നെയായിരുന്നു അതിന് കാരണം. പക്ഷേ ഇപ്പോൾ അതും പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഗംഭീർ. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുമോ? BCCIയുടെ ഭാഗത്തു നിന്നും കടുത്തമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമോ? ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷേ ഇതിന് ന്യായീകരണം എന്തായിരിക്കും? അതിന് വേണ്ടിയിട്ടാണ് കാത്തിരിപ്പ്. എന്ത് പറഞ്ഞ് ന്യായീകരിക്കും ഈ തോൽവിയെ? പറയാൻ ന്യായീകരണങ്ങളോ വാക്കുകളോ ഒന്നുമില്ല. പക്ഷെ മോശമായ ടീം പ്രകടനം, മോശമായ ക്യാപ്റ്റൻസി എന്നതൊക്കെ തന്നെ ഒറ്റ വരിയിൽ വായിച്ചു വയ്ക്കാം. ഇനി നേരിടാൻ പോകുന്നത് ഇംഗ്ലണ്ടിനെയാണ്. അവിടെ അയർലൻഡ് പോലൊരു കുഞ്ഞൻ ടീമുമല്ല. കണ്ടീഷൻസ് വേറെയാണ്, ടീം ലോകോത്തരമാണ്. അവിടെയും ഇതുപോലെ പിഴയ്ക്കാനാണെങ്കിൽ ഇന്ത്യക്ക് ഇനി T20യിലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഒരു പക്ഷേ 2026 T20 ലോകകപ്പ് ഒരു അവസാനത്തെ കിരീടമായിട്ട് ഇന്ത്യക്ക് മാറുമോ കുറച്ച് നാളത്തേക്കെങ്കിലും എന്നൊരു ചോദ്യവും കൂടി ബാക്കി വയ്ക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.